ചെടികൾ പൂക്കാനായിട്ട് നമുക്ക് ഏറ്റവും നല്ലതാണ് 19-19-19. അതേപോലെ തന്നെ DAP അല്ലാതുള്ള ചെടികൾക്കൊക്കെ ലൈറ്റായിട്ടൊരു 10 തരി വീതം കൊടുക്കാം. നിറച്ച് പൂ കിട്ടാൻ വേണ്ടിയിട്ട് ഏറ്റവും നല്ല വളങ്ങളിൽ ഒന്നാണ്. അതേപോലെ തന്നെ കടലപ്പിണ്ണാക്കും വേപ്പ പിണ്ണാക്കും ചാണാനും കൂടെ നല്ലപോലെ മിക്സ് ചെയ്ത് 3 ദിവസം വെച്ച് പൊളിപ്പിച്ചിട്ട് അതിൻ്റെ എത്ര എടുക്കുന്നോ അതിൻ്റെ 10 ഇരട്ടി വെള്ളമെടുത്ത് കുറേശ്ശെ ലിപ്സ്റ്റിക് പ്ലാന്റിനെ കൊടുത്ത് ഇതേപോലെ പൂത്ത് അടിപൊളിയായിട്ട് കിടക്കും. മാസത്തിൽ ഒരിക്കൽ 19-19 ഇതിനും കൂടെ ഒന്ന് സ്പ്രേ ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ നല്ലതാണ് കേട്ടോ. അതേപോലെ വളർച്ചയ്ക്കായിട്ട് നമുക്ക് എല്ലുപൊടി, വേപ്പിൻ പിണ്ണാക്ക്, ചാണകപ്പൊടിയൊക്കെ ലൈറ്റായിട്ട് മിക്സ് ചെയ്ത് ചെടികളുടെ മൂട്ടിലൊക്കെ ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ ആന്തൂര്യത്തിനും ഒക്കെ നല്ലതാണ്. കടലപ്പിണ്ണാക്കും വേപ്പിണ്ണാക്കും ചാണാനും കൂടെ മിക്സ് ചെയ്ത് അത് ആന്തൂര്യത്തിന് കൊടുത്തു കഴിഞ്ഞാൽ ഹെവി ആയിട്ട് ഫ്ലവർ ചെയ്യുകയും ചെയ്യും, പ്ലാന്റ് നല്ല ഹെൽത്തി ആയിട്ട് നിൽക്കുകയും ചെയ്യും, നല്ല പച്ചപ്പ് കിട്ടുകയും ചെയ്യും. അതേപോലെ ഗ്രൗണ്ട് ഓർക്കിഡിൻ്റെ ഇലയ്ക്കും അതേപോലെ തന്നെ കൊടുക്കാം. മാൻഡിവിലിൻ്റെ മദർ പ്ലാന്റ് വെള്ള, അന്നേരം അതിനകത്ത് നമുക്ക് കൊടുക്കാൻ പറ്റുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫാക്ടംബോസ് ലൈറ്റായിട്ട് ഒരു 10 തരി കൊടുക്കാം. അതേപോലെ ഇത് കൊളക്കേഷ്യയാണ്. കൊളക്കേഷ്യയിൽ തന്നെ ടീ കപ്പ് അല്ലെങ്കിൽ കോഫി കപ്പ് എന്നറിയപ്പെടുന്ന പ്ലാന്റാണ്. വളരെ മനോഹരമായിട്ടുള്ളൊരു പ്ലാന്റാണ്. നമുക്ക് ഇത് വാട്ടർ സോഴ്സൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അതിനകത്തൊക്കെ വെക്കാം. അതേപോലെ തന്നെ ചെളി, താമര ഒക്കെ പോയ ടാങ്കൊക്കെ ഉണ്ടെങ്കിൽ അതിനകത്ത് ഒരു പ്ലാന്റ് വെച്ച് കഴിഞ്ഞാൽ ഭയങ്കര ഭംഗിയായിട്ട് എടുക്കും. അതേപോലെ ഇത് എപ്പിപ്രീമിയം പിനാറ്റം വേരിഗേറ്റഡ് എന്ന് പറഞ്ഞ പ്ലാന്റാണ്. നമുക്കിപ്പം ചെറിയ തൈ സെയിലിനായിട്ടുണ്ട്. ശരിക്കും കളക്ടേഴ്സ് കളക്ട് ചെയ്യുന്നൊരു പ്ലാന്റാണ്. അതായത് ഒരുപാട് ആളുകളുടെ മനം കവരുന്ന ഒരു പ്ലാന്റാണ് എപ്പിപ്രീമിയം പിനാറ്റം എന്നറിയപ്പെടുന്ന ഈ തരത്തിലുള്ള പ്ലാന്റ്. ഇതിൻ്റെ പച്ച നമ്മളെല്ലായിടത്തും കണ്ടിട്ടുണ്ട്, പക്ഷേ ഇത് വേരിഗേറ്റഡ് പ്ലാന്റാണ്. എപ്പിപ്രീമിയം പിനാറ്റം വേരിഗേറ്റഡ് എന്നാണ്. ഇതാണ് ഈ ഏകദേശം ഈ സൈസിലുള്ള 2 ഇലയൊക്കെയുള്ള പ്ലാന്റുകളാണ് കൂടുതലും കൊടുക്കാറ്. അതേപോലെ തന്നെ ഇതിൻ്റെ കുറച്ച് തൈകൾ ഇപ്പം വീഡിയോയുടെ അവസാനം കാണിക്കുന്നുണ്ട്. അതിന് 550 രൂപയ്ക്കാണ് കൊടുക്കുന്നത്. എലിഫൻ്റ് ഇയർ ആന്തൂറിയം ഒരുപാട് പേർക്ക് ഇൻഡോറും സെമി ഷെയ്ഡിലൊക്കെ വയ്ക്കാൻ അടിപൊളി പ്ലാന്റാണ്. ഈ പറഞ്ഞ വലിയ കെയർ ഒന്നുമില്ല, സെമി ഷെയ്ഡ് ഏരിയയിലൊക്കെ അടിപൊളിയായിട്ടിരിക്കുന്ന 2 ചെടികളാണ് ഈ കാണുന്നവ. മദർ പ്ലാന്റ് ആണ്. ഇതിന് ഞങ്ങൾ കൊണ്ടുവന്നിട്ട് ഏകദേശം ഒരു 1.5 കൊല്ലത്തോളം ആയ പ്ലാന്റ് ആണ്. അതിനകത്ത് ഉണ്ടാക്കിയ കുറേ പ്ലാന്റുകൾ ഇപ്പോൾ ആയിട്ടുണ്ട്. അതുപോലെ തന്നെ ഗോൾഡൻ കാസ്കേഡിൻ്റെ തൈ കുറച്ച് ആയിട്ടുണ്ട്. ഒരു 10-200 തൈയോളം നമുക്കിപ്പോൾ സെയിലിന് റെഡി ആയിട്ടുണ്ട്. 100 രൂപയ്ക്കാണ് കൊടുക്കുന്നത്. അതേപോലെ തന്നെ ഇത് എലിഫൻ്റ് ഇയർ ആന്തൂറിയം അല്ല, ഇത് ഫോളിയേജ് ആന്തൂറിയമാണ്. ഇത് കണ്ടില്ലേ, നല്ല ഭംഗിയാണ്. ഇല ഇൻഡോർ സൈഡിലും സെമി ഷെയ്ഡിലൊക്കെ വെക്കാനായിട്ട് അടിപൊളി പ്ലാന്റാണ്. ഇതിൻ്റെ ചെറിയ തൈയും നമ്മൾ ഓഫറിൽ 150 രൂപയ്ക്ക് കൊടുക്കുന്നുണ്ട്. നല്ല ചെടി. അതേപോലെ തന്നെ ഇത് എലിഫൻ്റ് ഇയർ ആന്തൂറിയത്തിൻ്റെ നമ്മൾ നേരത്തെ കണ്ട പ്ലാന്റിൻ്റെ ഹൈബ്രിഡ്സ് സീഡ്ലിംഗ് പ്ലാന്റുകളാണ്. അതായത് പരാഗണം ചെയ്ത് തൈകൾ ഉണ്ടാക്കിയതാണ്. അതിനകത്തു നിന്നുള്ള പ്ലാന്റുകളാണ് 550ക്ക് തരുന്നത്. വളർന്നു വരുമ്പോൾ ഏത് രീതിയിലിരിക്കുന്നത് തമ്പുരാൻ മാത്രമേ അറിയാം. അടിപൊളി പ്ലാന്റാണ് കേട്ടോ. അതേപോലെ തന്നെ ഇത് കലാത്തിയാണ്. പ്രെയർ പ്ലാന്റ് എന്നൊക്കെ അറിയപ്പെടുന്ന പ്ലാന്റാണ്. വലിയ കോസ്റ്റ്ലി ഒന്നുമല്ല, പക്ഷേ നമുക്കൊരു ഏരിയ കവർ ചെയ്യാനായിട്ട് അടിപൊളിയാണ്. അതേപോലെ തന്നെ ഇത് കലാത്തിയുടെ തന്നെ കോമ്പാക്റ്റ് സ്റ്റാർ സെറ്റൂസ എന്നറിയപ്പെടുന്ന ഒരു പ്ലാന്റാണ്. കോമ്പാക്റ്റ് സ്റ്റാർ എന്നൊക്കെ പറഞ്ഞാൽ സ്റ്റാർ കലാത്തി എന്നൊക്കെ അറിയപ്പെടുന്ന ഒരു പ്ലാന്റാണ്. ഇതിൻ്റെ തൈക്ക് 100 രൂപ നിരക്കിലാണ് ഇപ്പോൾ നമ്മൾ കൊടുത്തുകൊണ്ടിരിക്കുന്നത്. ബൾക്കി പ്ലാന്റാണ്, നല്ല ഹെൽത്തി ഹെവി പ്ലാന്റാണ്. അതേപോലെ തന്നെ ഇത് നാടൻ വെറൈറ്റി ആന്തൂറിയം, പണ്ടുണ്ടായിരുന്ന നാടൻ വെറൈറ്റി ആന്തൂറിയംസാണ്. ഇപ്പോൾ ഇത് ഭയങ്കര ട്രെൻഡായിട്ട് വന്നുകൊണ്ടിരിക്കുകയാണ്. ഒരുപാട് പേര് വന്ന് ചോദിക്കുന്നുണ്ട്. ഇത് പുറത്തൊക്കെ, അതായത് ബാംഗ്ലൂരൊക്കെ 800 രൂപ 900 രൂപയ്ക്ക് വിറ്റുകൊണ്ടിരിക്കുന്ന പ്ലാന്റാണ്. കാര്യം അവർക്കൊക്കെ സെമി ഷെയ്ഡ് ഏരിയയിൽ വെക്കാൻ ഏറ്റവും നല്ല പ്ലാന്റുകളുടെ കൂട്ടത്തിൽ വെക്കാൻ പറ്റുന്ന ഒരു പ്ലാന്റാണ്. അതേപോലെ തന്നെ ഇത് ഓർക്കിഡിൻ്റെ ഒരു റയർ ഓർക്കിഡാണ്. ഇതിപ്പോൾ നമ്മളതിലൊരു മദർ പ്ലാന്റേ ഉള്ളൂ, തൈകളൊന്നും ആയിട്ടില്ല. വളരെ മനോഹരമായിട്ടുള്ള പൂവാണ്. അത് നിങ്ങളെയും കൂടെ ഒന്ന് കാണിക്കാൻ വേണ്ടിയാണ്. അതുപോലെ തന്നെ ഇപ്പോൾ പുതിയതായിട്ട് 2ാമത്തെ ലോഡ് പുല്ല് വന്നിട്ടുണ്ട്. കൊറിയൻ ക്രോസ് മെക്സിക്കൻ വെറൈറ്റിയാണ് ഈ കിടക്കുന്നത്. വളരെ ഭംഗിയാണ് കാണാനായിട്ട്. നാടൻ വെറൈറ്റി പുല്ലാണ്, നമ്മളിവിടെ വളർത്തുന്നതാണ്. അത് വന്ന പ്ലാന്റാണ്. കണ്ടില്ലേ, ഷീറ്റ് ലോഡ് വന്ന് ഇറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. കുറച്ച് സീസൺ പ്ലാന്റ് വന്നിട്ടുണ്ട്. അതേപോലെ തന്നെ നല്ല അടിപൊളി വെറൈറ്റി മറ്റേ വലിയ റെഡ് പാമിൻ്റെ കിട്ടാൻ, വലിയ പ്ലാന്റുകൾ കിട്ടാൻ വലിയ പാടാണ്. അതുകൊണ്ട് ഒരു 12 അടി പൊക്കം 10 അടി പൊക്കത്തിലൊക്കെയുള്ള നല്ല ഹ്യൂജ് സൈസ് റെഡ് പാം, നല്ല ഭംഗിയായിട്ടുള്ള റെഡ് പാം കുറച്ച് വന്നിട്ടുണ്ട്. കണ്ടില്ല. അതേപോലെ തന്നെ കുറച്ച് ഗോൾഡൻ ബാമ്പു, ഒരുപാട് കിട്ടിയില്ല, കുറച്ചേ കിട്ടിയുള്ളൂ. ഗോൾഡൻ ബാമ്പു കുറച്ച് വന്നിട്ടുണ്ട്. അതേപോലെ പേൾ ഗ്രാസ്, ഇപ്പോഴത്തെ ട്രെൻഡാണ് പേൾ ഗ്രാസ് അല്ലേ. അന്നേരം ഒരുപാട് പുതിയ വീടൊക്കെ വെച്ച് നാലുകാച്ചിനോടൊക്കെ അനുബന്ധിച്ച് നമ്മൾ പുല്ലൊക്കെ ഇടും. അന്നേരം അതിന് വേണ്ടി ഏറ്റവും നല്ലതാണ് ഈ റെഡ് പാമും. അതേപോലെ തന്നെ പുല്ലിനകത്ത് തന്നെ പേൾ ഗ്രാസ് സെമി ഷെയ്ഡ് ഏരിയയിലും അത്യാവശ്യം വെയിലുള്ള ഭാഗത്തുമൊക്കെ കിടക്കും. അത്യാവശ്യം വെയിലുള്ള ഭാഗത്ത് ശ്രദ്ധിച്ച് വെക്കുക. അതേപോലെ തന്നെ മെക്സിക്കൻ ഗ്രാസൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഈ മെക്സിക്കൻ ക്രോസ് കൊറിയൻ എന്ന് പറഞ്ഞ വെറൈറ്റിയാണ്. അത് ആണെന്നുണ്ടെങ്കിൽ നമുക്ക് നല്ല സൂര്യപ്രകാശമുള്ളിടത്ത് ഇടാൻ പാടുള്ളൂ. അതേപോലെ തന്നെ ഒരു 3 മാസത്തിലൊരിക്കലും ഒന്ന് കട്ട് ചെയ്യണം. അതേപോലെ ഇത് പേൾ ഗ്രാസാണ്. പേൾ ഗ്രാസിൻ്റെ വെറൈറ്റിയാണ്. ഒരുപാട് അതിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് ഒരുപാട് അങ്ങ് പൊങ്ങി വരത്തില്ല.
നല്ല പടന്ന് കിടക്കും. അതേപോലെ തന്നെ മെയിൻ്റനൻസ് കുറവാണ്. അതേപോലെ തന്നെ ഇത് ഹോയയുടെ ഒരു പ്ലാന്റാണ്. ഇന്ന് പൂത്തപ്പോൾ അത് നിങ്ങളെ ഒന്ന് കാണിക്കാൻ വേണ്ടിയിട്ടാണ്. കണ്ടില്ലേ, നല്ല ഭംഗിയല്ലേ, വളരെ മനോഹരമായിട്ട് തോന്നി. അതുകൊണ്ടാണ് നിങ്ങളെ കൊണ്ടൊന്ന് കാണിക്കാം എന്ന് വിചാരിച്ചത്. പിന്നെ നമുക്ക് കൊടുക്കാൻ പറ്റുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലുപൊടി, വെബ്നക്ക്, ചാണകപ്പൊടി, ചകിരിച്ചോറ്, കടലപ്പിണ്ണാക്ക് എല്ലാം കൂടെ മിക്സ് ചെയ്ത് പൊടി പോലെ മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് കുറേശ്ശെ എല്ലാ ചെടിയുടെയും മൂട്ടിൽ കുറേശ്ശെ ഇട്ട് കൊടുത്ത് മേൽമണ്ണ് ചെറുതായിട്ടൊന്ന് ഇളക്കി കൊടുക്കണം. അതിനും പ്ലാന്റ് നല്ല ഹെൽത്തി ആയിട്ട് വളർന്ന് കിട്ടും. ഇത് ശ്രീലങ്കൻ മല്ലിയുടെ തൈയാണ്. ശ്രീലങ്കൻ മല്ലിയുടെ ചെറിയ പ്ലാന്റുകളാണ് ഈ ഇരിക്കുന്നത്. അതേപോലെ ഇങ്ങനെയുള്ള ചെടിയൊക്കെല്ലാം പൂക്കാനും അതേപോലെ തന്നെ പ്ലാന്റ് നല്ല ഹെൽത്തി ആയിട്ട് വരാനൊക്കെ നമുക്കിത് പ്രയോജനപ്പെടുത്തിയെടുക്കാൻ സാധിക്കും. അതേപോലെ തന്നെ ചെടികൾ വളർത്തുന്നവരുടെ പ്രത്യേക ശ്രദ്ധയ്ക്ക് വെള്ളം രാവിലെയും വൈകുന്നേരവും കമ്പൽസറി ആയിട്ട് കൊടുക്കുക. അതേപോലെ തന്നെ ഉച്ചയ്ക്ക് ചെറുതായിട്ടൊന്ന് കൊടുക്കുന്നത് നന്നായിരിക്കും. ഈ ചെടിയിലുള്ള ഈ പൊടി പടലങ്ങളൊക്കെ ഒന്ന് മാറാനായിട്ട് അത് സഹായകമാകും. അതേപോലെ ശ്രദ്ധിക്കേണ്ട കാര്യം, ഇൻഡോർ പ്ലാന്റും സെമി ഷെയ്ഡിലിരിക്കുന്ന പ്ലാന്റിനൊന്നും 3 നേരം വെള്ളം കോരി ഒഴിക്കരുത്. ചെടി അളിഞ്ഞു പോകാനുള്ള സാധ്യതയുണ്ട്, റോട്ട് വരാനുള്ള സാധ്യതയുണ്ട്. അന്നേരം നമ്മൾ പിന്നെ ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ മാസം ഫംഗിസൈഡ് ചെടികൾക്കെല്ലാം കൊടുക്കുക. ഒരുപാട് ബിഗിനേഴ്സ് ഉണ്ട്, അന്നേരം അവർക്ക് വേണ്ടിയിട്ടാണ് ഒരുപാട് ഫംഗിസൈഡ് മാസത്തിൽ ഒരിക്കൽ കൊടുക്കുക. എല്ലാ ചെടിക്കും വേണമെങ്കിൽ നമുക്ക് ഏതെങ്കിലും നല്ലൊരു ഫംഗിസൈഡ് മേടിച്ച് ലൈറ്റായിട്ടൊന്ന് സ്പ്രേ ചെയ്ത് കൊടുക്കാം. ഇൻസെക്ടിസൈഡും മാസത്തിൽ ഒരിക്കൽ കൊടുക്കാം. പിന്നെ മഴയൊക്കെ വരുന്ന സമയത്ത് നമുക്ക് പറ്റുന്നുണ്ടെങ്കിൽ മാസത്തിൽ ഒരിക്കൽ കൊടുക്കുന്നത്, നമുക്ക് 15 ദിവസത്തിലൊരിക്കൽ മാറിയും തിരിഞ്ഞും കൊടുക്കുന്നത് നന്നായിരിക്കും. ഇത് രണ്ടും കൂടെ മിക്സ് ചെയ്ത് കൊടുക്കുന്ന ഒരു സംവിധാനം പണ്ടുണ്ടായിരുന്നു. പക്ഷേ എന്നാൽ ഇപ്പോൾ ഇത് രണ്ടും കൂടെ മിക്സ് ചെയ്ത് കൊടുക്കണമെന്നില്ല, രണ്ടും 2 ഘട്ടമായിട്ട് സ്പ്രേ ചെയ്ത് കൊടുക്കുക. ചെടികൾ പരിപാലനത്തിന് വേണ്ടിയിട്ട് നമുക്ക് നല്ലതായിരിക്കും. അതേപോലെ തന്നെ ചെടി നിറയ്ക്കുന്ന മണ്ണ് ഇച്ചിരി നീർവാർച്ചയുള്ള മണ്ണ് വേണം. അതേപോലെ തന്നെ പ്ലാന്റ് ചുവന്ന മണ്ണ് സ്വല്പം കിട്ടുകയാണെന്നുണ്ടെങ്കിൽ ആ ചുവന്ന മണ്ണ്, അതേപോലെ തന്നെ നാടൻ മണ്ണ്, ഈ റോഡിൽ നിന്ന് ഒഴുകി വരുന്ന മണ്ണ്, അരിച്ച ചരൽ മണ്ണുണ്ടെങ്കിൽ അതും കൂടെ കുറച്ചിട്ട് കഴിഞ്ഞാൽ വെള്ളം നന്നായിട്ട് വാർന്നു പോകും. അന്നേരം അതും കൂടെ ശ്രദ്ധിക്കുക. അതേപോലെ തന്നെ ഉണങ്ങിയ ചാണകപ്പൊടി നല്ലതാണ്, പച്ച ഇടാതിരിക്കാനായിട്ട് ശ്രദ്ധിക്കുക. ഉണങ്ങിയ ചാണകപ്പൊടിയാണെന്നുണ്ടെങ്കിൽ ബെസ്റ്റാണ്. അതേപോലെ തന്നെ ഒന്നും കിട്ടിയില്ലെന്നുണ്ടെങ്കിൽ കുറച്ച് പച്ച ചാണകം ഒരു ചെറിയ ടബിനകത്തങ്ങനെ ഇട്ട് കുറച്ച് വെള്ളം ഒഴിച്ചിട്ടേക്കുക. 72 മണിക്കൂർ കഴിയുമ്പോൾ നന്നായിട്ട് നൈട്രജൻ ഫോം ആകും. അതിൽ നിന്ന് കുറേശ്ശെ കോരി ഒഴിച്ചു കൊടുക്കുക. എല്ലാ ചെടിക്കും എത്ര എടുക്കുന്നോ അതിൻ്റെ 10 ഇരട്ടി വെള്ളം ചേർത്ത് ലയിപ്പിച്ച് വേണം ഒഴിച്ചു കൊടുക്കാനായിട്ട്, അത് നേരിട്ട് ഒഴിച്ചു കൊടുക്കരുത്. അതുപോലെ തന്നെ നമുക്ക് മാസത്തിൽ ഒരിക്കൽ സ്വല്പം എപ്സം സാൾട്ട്, അതായത് ഒരു 4 ഗ്രാം എപ്സം സാൾട്ട് ഒരു 5 ലിറ്റർ വെള്ളത്തിലിട്ട് നല്ല വൃത്തിയാവണ്ണം കലക്കിയതിന് ശേഷം കുറേശ്ശെ എല്ലാ ചെടിയൊക്കെ ഒഴിച്ചു കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ പ്ലാന്റിന് നല്ല പച്ചപ്പ് കിട്ടുകയും ചെയ്യും. അതേപോലെ തന്നെ മഞ്ഞളിപ്പുണ്ടെങ്കിൽ മാറും. അതേപോലെ പ്ലാന്റ് നല്ല ഹെൽത്തി ആയിട്ട് നിൽക്കും. അതേപോലെ തന്നെ താമരയുടെ കുറച്ച് പ്ലാന്റുകൾ ചട്ടിയോടുകൂടി നമ്മളെ മേടേമുക്ക് മാതൃഭൂമി ഓഫീസിൻ്റെ അടുത്തുള്ള കുമാർ നഴ്സറിയിലും രണ്ടാംകുറ്റി ശാരദ കല്യാണ മണ്ഡപത്തിനടുത്തുള്ള കുമാർ നഴ്സറിയിലും വന്നിട്ടുണ്ട് പുതിയ പ്ലാന്റ്. ആർക്കെങ്കിലുമൊക്കെ വേണമെന്നുണ്ടെങ്കിൽ നഴ്സറിയിൽ വന്നു കഴിഞ്ഞാൽ കാണാം, ആവശ്യമുള്ള പ്ലാന്റൊക്കെ വാങ്ങാം. അതുപോലെ തന്നെ ഡൈ അമോണിയം ഫോസ്ഫേറ്റ് DAP ലൈറ്റായിട്ട് മറ്റുള്ള ചെടിക്ക് കൊടുക്കുന്നതൊക്കെ തന്നെ ചെറിയൊരു പേപ്പറിനകത്ത് ഒരു 10 തരിയിട്ട് നല്ലപോലെ മടക്കി താമരയുടെ മൂട്ടിൽ കുത്തിവെച്ച് കൊടുത്തു കഴിഞ്ഞാൽ ഫ്ലവർ കൂടുതൽ കിട്ടാനായിട്ട് സഹായിക്കും. അതേപോലെ തന്നെ നാടൻ വെറൈറ്റി റോസുകൾക്കൊക്കെ DAP, റോസ് വെറൈറ്റിയൊക്കെ DAP കൊടുക്കുന്നത് നല്ലതാണ്. നല്ല ഫ്ലവർ കിട്ടാനും നല്ല ക്വാളിറ്റിയുള്ള ഫ്ലവർ കിട്ടാനും ഒക്കെ നല്ലതാണ്. പക്ഷേ DAP മാത്രമായിട്ട് കൊടുക്കരുത്, മാറി തിരിഞ്ഞ് വളം കൊടുക്കുക. എല്ലുപൊടി, വെപ്നക്ക്, ചാണകപ്പൊടി, ചകിരിച്ചോറൊക്കെ മിക്സ് ചെയ്ത് കുറച്ച് വളം കൊടുത്തതിന് ശേഷം ഒരു 10 ദിവസം കഴിഞ്ഞിട്ട് DAP കൊടുക്കുക. അതിനുശേഷം 10 ദിവസം കഴിഞ്ഞിട്ട് വീണ്ടും ജൈവവളം കൊടുക്കുക. അതിനുശേഷം 10 ദിവസം കഴിഞ്ഞിട്ട് ഫാക്ടംബോസ് കൊടുക്കുക. അങ്ങനെ കറങ്ങി തിരിഞ്ഞ് നിൽക്കുന്നത് നന്നായിരിക്കും പ്ലാന്റിന്, അത് നല്ലതാണ്. അതുപോലെ തന്നെ യെസ്റ്റർഡേ ടുഡേ ടുമാറോ തൈ കുറച്ച് വന്നിട്ടുണ്ട്. അന്നേരം ആർക്കെങ്കിലുമൊക്കെ വേണമെന്നുണ്ടെങ്കിൽ യെസ്റ്റർഡേ ടുഡേ ടുമാറോ അതാണ്ട് ഇപ്പോൾ ലൈവ് പ്ലാന്റ് ഫ്ലവർ ചെയ്തതാണ് നിങ്ങളിപ്പോൾ കാണുന്നത്. അതിൻ്റെ 3 കളർ നിങ്ങൾക്ക് കാണാൻ സാധിച്ചു. ഇത് നമ്മളെ മദർ പ്ലാന്റാണ്. വെള്ള, വയലറ്റ്, അതേപോലെ തന്നെ മാറി നിൽക്കും കളറുകൾ. ഇത് മൊത്തത്തിൽ ഒരുമിച്ച് പൂത്തുകൊണ്ടിരിക്കുന്ന സമയം ഇപ്പോൾ മഴയായിട്ട് പോലും ഇതിനകത്ത് എന്തുമാത്രം പൂവുണ്ടെന്ന് നിങ്ങൾക്ക് കണ്ട് മനസ്സിലാക്കാം. ഇതിൻ്റെ തൈ കുറച്ച് അവൈലബിൾ ആണ്. ആർക്കെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ ഓൺലൈൻ ചെയ്യുന്നത് 150 രൂപയ്ക്ക് ആണ് പ്ലാന്റ്. അന്നേരം ആർക്കെങ്കിലുമൊക്കെ വേണമെന്നുണ്ടെങ്കിൽ നഴ്സറിയിൽ വരുമോ അല്ലെന്നുണ്ടെങ്കിൽ ഈ നമ്പറിനകത്ത് കോൺടാക്ട് ചെയ്താലും നിങ്ങൾക്ക് തരാം. അതേപോലെ തന്നെ ഇതിപ്പം ബൊഗൈൻവില്ലയുടെ സീസൺ അല്ല, ബൊഗൈൻവില്ല അങ്ങൊക്കെ ഇച്ചിരി പൂവൊക്കെ കിടപ്പുണ്ട്. അന്നേരം പൂക്കൾ നിങ്ങളെ കാണിക്കാൻ വേണ്ടിയിട്ടാണ്. ഈ സമയത്ത് പ്രൂണൊക്കെ ചെയ്ത് ഇച്ചിരി ചാണകപ്പൊടിയൊക്കെ ഇട്ട് കൊടുത്ത് വെച്ചിരിക്കുന്നത് നല്ലതാണ്. ഉണങ്ങിയ ചാണകപ്പൊടി ആയിരിക്കണം, മഴ ആയതുകൊണ്ട് ശ്രദ്ധിക്കണം. അതേപോലെ തന്നെ തെങ്ങിന് കൊടുക്കാൻ പറ്റുന്ന വെള്ളയ്ക്ക പൊഴിച്ചിലിനുള്ള മരുന്നായിട്ട് കൺസിഡർ ചെയ്യുന്നതാണ് പൊട്ടാഷ് വളം. പൊട്ടാഷിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ മച്ചിങ്ങ പൊഴിച്ചിൽ, അതേപോലെ തന്നെ കുഞ്ഞ് തേങ്ങ പൂക്കലയൊക്കെ താഴോട്ട് വീഴുന്ന ഒരവസ്ഥ മാറാനായിട്ട് നമുക്ക് ഫാക്ടംബോസിൻ്റെ കൂടെ തന്നെ സ്വല്പം പൊട്ടാഷ്യം കൂടെ ആഡ് ചെയ്ത് കൊടുക്കുക. ചാരമാണ് പൊട്ടാഷ്. 1000 കിലോ ചാരത്തിന് സമം 1 കിലോ പൊട്ടാഷ് എന്ന് പറയപ്പെടുന്നു. അന്നേരം അത് നല്ല അത്രയും ക്വാണ്ടിറ്റി ഉണ്ട്. അന്നേരം അത് കുറച്ച് ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ ഒരു പരിധി വരെ ഈ വെള്ളയ്ക്ക പൊഴിച്ചിൽ മറ്റുള്ള ഫ്ലവേഴ്സ് പൊഴിയുന്നതും നമുക്ക് അതിനകത്തൂടെ നമുക്ക് മാറ്റിയെടുക്കാൻ സാധിക്കും.
ഈ വീഡിയോ നിങ്ങൾക്ക് ഏവർക്കും ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വിശ്വസിക്കുന്നു. ഇതിലും നല്ലൊരു വീഡിയോ ആയിട്ട് നാളെ കാണും വരെ എല്ലാവർക്കും ശുഭദിനം നേരുന്നു. അന്നേരം മാക്സിമം നിങ്ങളെ കൂട്ടുകാരിലേക്ക് കൂടി എത്താനായിട്ട് ഷെയർ ചെയ്യുക.